നബി തങ്ങൾക്ക് 63 വയസ്സായപ്പോഴും ആ ദാമ്പത്യത്തിന്റെ ഫ്രഷ്നെസ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായിരുന്നു അവിടുത്തെ കുടുംബം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശ പറയാറുണ്ട്, ചിരിക്കാറുണ്ട്, എന്നാൽ അള്ളാഹുവിന്റെ വിഷയം വന്നാൽ അവിടെ ചിരിയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനഹ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, മുത്തുനബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയുണ്ട്. തങ്ങൾ ചെയ്ത പോലെ, തങ്ങൾ കാണിച്ച പോലെ അത് പറയണം. ഇത് എന്റെ നബിയുടെ സുന്നത്താണ് എന്ന് വിചാരിച്ചു ചെയ്താൽ ഇതിന് കൂലി ഉണ്ടാവും. അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ നായമാർമൂല ഹൈവേയിൽ ഒരു വാഹനം, ഒരു മുന്തിയ വാഹനം തന്നെ വിചാരിക്കുക. ഒരു ഉദാഹരണത്തിന് കുറെ ഓടിയും BMW ബെൻസൊക്കെ ഓടുന്ന റോഡല്ലേ. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഒരു ബെൻസ് കാറ് നിർത്തിയെന്ന് വിചാരിക്കുക. BM ഉള്ളൊരു കഞ്ഞി ഓടിയാണെങ്കിൽ അങ്ങനെ, അതിൽ മുന്തിയ വണ്ടിയൊക്കെ ഇറങ്ങിയോ, ജാഗ്വർ ആണെങ്കിൽ ആയിക്കോട്ടെ. ഏതായാലും ഒരു വണ്ടി വന്ന് നിർത്തി. ഒരു ചെറുപ്പക്കാരൻ വാഹനം നിർത്തിയപ്പോ ഒരു പെണ്ണ് ആ വാഹനത്തിനരികത്തേക്ക് വന്നൊരു ചെറുപ്പക്കാരി പെണ്ണ്. ഈ ചെറുപ്പക്കാരൻ ഡ്രൈവിംഗ് സീറ്റ് ബെൽറ്റ് ഒക്കെ അയച്ചിട്ട് ഇറങ്ങി. അവൾ വന്നപ്പോ അവൾക്ക് വേണ്ടി ഡോർ തുറന്നുകൊടുത്ത് അവൾ കയറിയിരുന്ന് ഡോർ അടച്ച് അവൻ ഇപ്പുറത്ത് ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നാൽ നമ്മൾ ആദ്യം അവരെ പറ്റി ചിന്തിക്കൽ എന്താ നമ്മൾ വിചാരിക്ക? അതെന്റെ ഭാര്യയാണോന്ന് വിചാരിക്കാറുണ്ടോ? ഭാര്യയെന്ന് ചിന്തിക്കണമെന്ന് കൈപ്പൊക്കിയാട്ടെ. ഒരൊറ്റ കുട്ടിയില്ല. കള്ളന്മാർക്കാണ് കള്ളന്മാരെ തിരിച്ചറിയാൻ പറ്റൂന്നാ പറയല്. എന്താ അതിന്റെ അവസ്ഥ എന്ന് അല്ലാഹു അലം. ഏതായിരുന്നാലും നമ്മൾ വിചാരിക്കുന്നത് എന്താ? അത് ഓന്റെ ഒരു ലവറാണ്, ഓന്റെ ഒരു ഗേൾ ഫ്രണ്ട് ആയിരിക്കും. സഫിയ ബിൻതു ഹുയയ്യ് റളിയല്ലാഹു അൻഹ, ഹുയയ്യ് ഇബ്നു അഖ്തബ് എന്ന പ്രമാണിയുടെ മോളാണ്. മുസ്ലിമച്ചായി വന്ന് നബി തങ്ങൾ കല്യാണം കഴിച്ചു. നബിയുടെ കൂടെ കഴിയുമ്പോ സഫിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒട്ടകപ്പുറത്തേക്ക് കയറാൻ പ്രയാസമായപ്പോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലത്തിരുന്ന് നബി തങ്ങളുടെ കാൽമുട്ട് മടക്കി വെച്ചു കൊടുത്ത് ആ കാലിൽ ചവിട്ടി ഒട്ടകപ്പുറത്ത് കയറാൻ സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് സഫിയ ബീവിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നതൊരു ഡോർ തുറന്നു കൊടുക്കലാണ്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അന്ന് ഒട്ടകപ്പുറത്ത് കയറാൻ കാല് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇന്ന് സ്വാഭാവികമായും ഭാര്യയ്ക്ക് ഡോറൊക്കെ തുറന്നെടുത്ത് നീ കയറിയിരുന്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. തങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി തങ്ങളത് ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റുന്ന സാഹചര്യത്തിൽ ഉസ്താദുമാരൊക്കെ റോട്ടില് ഓരോന്നിന്റെ മുറുവത്തുണ്ടല്ലോ, മുറുവത്തനുസരിച്ച് ചെയ്യുക. തങ്ങളത് ചെയ്ത് കാണിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മറ്റു ഭാര്യമാരും അത് അറിയാറുണ്ട്. സഫിയ ബീവി അത് അഭിമാനം പറയാറുണ്ട്. നബി തങ്ങൾ ഇതിൽ വിഷമൊന്നും വിചാരിച്ച് മുത്തുനബിയുടെ കാലല്ലേ, അവര് കാൽമുട്ട് മടക്കി വെച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, സഫിയ വേണ്ട, നിങ്ങൾക്ക് കയറാൻ കഴിയില്ലല്ലോ. അവർക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ വലിയ പ്രയാസമായിരുന്നു. ചവിട്ടിക്കോ എന്ന് പറഞ്ഞു തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചവിട്ടിയിട്ട് കയറാ. ഇവിടെ നബി തങ്ങളുടെ കാൽ തുടയിൽ ചവിട്ടി സഫിയ റളിയല്ലാഹു തആല അൻഹ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറുകയാണ്. മുത്തുനബി തങ്ങളുടെ ഭാര്യ സഫിയ്യത്ത് ബിൻതു ഹുയയ്യ് റളിയല്ലാഹു തആല അൻഹ. അവരൊരുമിച്ച് നടക്കുമ്പോഴാണ് റമളാനിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു. സഫിയ്യ റളിയല്ലാഹു അൻഹ ഇഅ്തികാഫ് ഇരിക്കുന്ന നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു. സഫിയ്യ ബീവിയുടെ വീട് ഒരൽപ്പം മസ്ജിദുൻ നബവിയിൽ നിന്ന് അകലെയാണ്. ബീവിയെ കൊണ്ടാക്കി കൊടുക്കാൻ നബി തങ്ങൾ കൂടെ നടക്കുമ്പോ നിലാവുള്ള രാത്രിയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ നടക്കുകയാണ്. രാവിലെ ഇങ്ങനെ നടക്കുമ്പോ അൻസ്വാരികളായ 2 ചെറുപ്പക്കാർ ആ വഴിക്ക് ഇങ്ങനെ കടന്നുപോയി. ചെറിയ നിലാവുണ്ട്, നബിയുടെ കൂടെ ഒരു പെണ്ണുണ്ട്. എന്നാൽ അവർ ഇത് ആരാന്ന് അവർക്കറിയില്ല. നബി ഞങ്ങളെ കണ്ടപ്പോ ഇവർ രണ്ടുപേരും ധൃതി പിടിച്ച് നടന്നു. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ അവരിങ്ങനെ ധൃതി പിടിച്ച് നടന്നപ്പോ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അലാ റിസ്ലിക്കുമാ, അലാ റിസ്ലിക്കുമാ, സ്റ്റോപ്പ് ദേ, അവിടെ നിൽക്കി. എന്താ നബിയെ,
ഇന്നഹാ സഫിയ്യതു ബിൻതു ഹുയൈ, ഇതെന്റെ ഭാര്യ ഹുയൈന്റെ മകൾ സഫിയയാണ് കേട്ടോ. പറഞ്ഞപ്പോ അവര് പറഞ്ഞു സുബ്ഹാനല്ലാഹ്, നബിയേ, പൊന്നാര നബിയേ, ഞങ്ങൾ ആരെപ്പറ്റിയെങ്കിലും തെറ്റിദ്ധരിക്കുമെങ്കിൽ ഞങ്ങൾ അങ്ങയെപ്പറ്റി ധരിക്കില്ലല്ലോ നബിയേ. എന്തിനാണ് ഈ തിരുത്തി തരുന്നത്? എന്തിനാ നബിയെ തിരുത്തി തരുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുക, എന്തിനാ നബിയെ തിരുത്ത്? ഞങ്ങൾ എന്തെങ്കിലും അങ്ങയെപ്പറ്റി വിചാരിച്ചു എന്നങ്ങേക്ക് തോന്നിയോ? ഞങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല. ഇന്ന ശൈത്വാന യജ്രീ മിൻ ഇബ്നി ആദമ മജ്റദ്ദം ഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശൈആ. അതൊരു തെറ്റിദ്ധാരണ വരാവുന്ന സമയമാണ്. ഒരു അന്യ പെണ്ണിന്റെ കൂടെ നബി ഞങ്ങൾ പോവുകയാണോ എന്ന് തോന്നിയേക്കും. പിശാച് നിങ്ങളുടെ മനസ്സിലെ നബിയെ പറ്റിയാണെങ്കിൽ തന്നെയും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്ന് വരും. അതില്ലാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ തിരുത്തി തരികയാണ്, ഇതെന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഫിയ ബീവിയ നബിയുടെ കാൽ തുടയിൽ ചവിട്ടി ഒട്ടകപ്പുറത്ത് കയറാറുണ്ടായിരുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.